മുഖ്യമന്ത്രിയെ വിമർശിച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ പിടിച്ചെടുത്ത മൊബൈൽ ഫോൺ തിരിച്ചു നൽകിയതിനു ശേഷം വീണ്ടും പിടിച്ചെടുത്തു. ആലപ്പുഴയിലെ PDP പ്രവർത്തകനായ അഹമ്മദ് കബീറിന്റെ ഫോണാണ് ആലപ്പുഴ സൗത്ത് പോലീസ് വീണ്ടും കസ്റ്റഡിയിലെടുത്തത്. ഡിവൈഎസ്പിക്ക് പരിശോധിക്കണമെന്ന് പറഞ്ഞാണ് വീണ്ടും ഫോൺ വാങ്ങിയത്. പവർക്കട്ടിന്റെ പേരിലായിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ അഹമ്മദ് കബീർ വിമർശനം ഉന്നയിച്ചത്. എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പൂക്കി എന്ന് പറയുന്നത് മുഖ്യമന്ത്രി തന്നെയാണെന്ന് എനിക്കറിയത്തില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ന്യൂജൻ ആണല്ലോ, ന്യൂജൻ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ്. അത്രേ ഞാൻ പ്രയോഗിച്ചുള്ളൂ. കാരണം എൻ്റെ വികാരം അതാണ്. പാതിരാത്രിക്ക് 2:30 എണ്ണിച്ച് 1.5 മണിക്കൂർ കറണ്ട് പോയിട്ട് എൻ്റെ മക്കൾ ഉൾപ്പെടെ ഇരുന്ന് കരയുന്ന ഒരു അവസ്ഥ ഏതൊരു രക്ഷിതാവും. കാരണം നാളെ അവർക്ക് പഠിക്കാൻ പോകണ്ടേ. അപ്പോൾ അത്തരം കുഞ്ഞുങ്ങൾ കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പോൾ അത്തരം വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പിതാവെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പ്രതികരിച്ചു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ ഞാൻ മുഖ്യമന്ത്രിയെ ഡയറക്റ്റായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വ്യക്തിഹത്യ ചെയ്യുന്നതിന് വേണ്ടിയോ ഒന്നും ചെയ്തിട്ടില്ല. അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ മൊബൈൽ മാത്രം ഇന്നലെ വാങ്ങിച്ചു വെച്ചു അന്ന് പരിശോധിക്കാൻ വേണ്ടി. ഇന്ന് 10 മണിക്ക് വന്ന മൊബൈൽ തിരിച്ച് ഇന്നലെ രാത്രി എന്നെ വിളിച്ചായിരുന്നു, മൊബൈൽ തന്നേക്കാന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ 10 മണിക്ക് വന്നപ്പോൾ CSR ഇല്ല. CSR വന്നിട്ട് എന്നെ വിളിക്കാൻ, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. കേസ് ഇല്ലെന്നാണ് സാറന്മാർ പറയുന്നത്. കാരണം അതിനുള്ള പരാമർശമൊന്നും ഇല്ലെന്നാണ് സാറ് പറയുന്നത്. മനീഷ് മഹിബാൽ നൽകും വിശദാംശങ്ങൾ. മനീഷ്, മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളെ അവർക്കെതിരെ പോലീസ് നടപടിയെടുക്കുന്നതൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ ട്രോളുകളും വിമർശനങ്ങളും ഏറ്റുവാങ്ങുന്നുണ്ട്. ഇതിപ്പോ ഒരുപാട് വിഷയങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നുമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഫോൺ ആദ്യം പോലീസുകാർ വാങ്ങുന്നു, പിന്നെ ഉന്നതർക്ക് പരിശോധിക്കാൻ വാങ്ങുന്നു. അങ്ങനെയൊന്നും സാധാരണ ഉള്ള നടപടികളല്ലല്ലോ. എന്താണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, ഒരു പൂക്കി ഭരണത്തിന് കീഴിൽ പിതാവിന്റെ ഗതികേട് എന്ന രീതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രിയിൽ 2:30 കരണ്ട് പോയതിനെ തുടർന്ന് ഒരു വീഡിയോ, പിഞ്ചു മക്കളുടെ വീഡിയോ പകർത്തിയ ശേഷം അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടടക്കം ഫേസ്ബുക്കിൽ പങ്കുവച്ചു. അതിലാണ് ഇന്നലെ രാത്രിയിലാണ് പോലീസ് ആലപ്പുഴ സൗത്ത് സ്റ്റേഷനിലെ പോലീസ് അറിയിക്കുന്നത്. ഉടൻ തന്നെ സ്റ്റേഷനിലേക്ക് എത്തണമെന്ന് അറിയിക്കുന്നു. അങ്ങനെ അവിടെ എത്തുന്നു, ഫോൺ കൊടുക്കുന്നു. ഫോൺ അങ്ങനെ പോലീസ് പിടിച്ചു വാങ്ങുന്നു. ഫോൺ കസ്റ്റഡി എടുത്ത ശേഷം ഇയാളെ വിട്ടയക്കുന്നു. നാളെ രാവിലെ വരാൻ പറയും. ഇന്ന് രാവിലെ എത്തി. പക്ഷേ ഈ സംഭവത്തിൽ പരാതിയിൽ പറയുന്നത് പോലെയുള്ള അവഹേളനമോ വ്യക്തിഹത്യയോ മുഖ്യമന്ത്രിക്കെതിരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വാഭാവികമായി നിയമ നടപടിയോ കേസോ ഇയാൾക്കെതിരെ ഇല്ല. പക്ഷേ ഈ ഫോൺ വിട്ടു നൽകാൻ പോലീസ് തയ്യാറായില്ല. മാധ്യമങ്ങളടക്കം വാർത്ത വന്നതോടെ തന്നെ ഫോൺ നൽകാമെന്ന് പറയുന്നു. അങ്ങനെ ആലപ്പുഴ DYSP വിളിക്കുന്നു, ഫോൺ തിരിച്ചു നൽകുന്നു. ആദ്യം ഫോൺ തിരിച്ചു നൽകി പേപ്പറിൽ ഫോൺ തിരികെ കിട്ടിയെന്ന് എഴുതി വാങ്ങിക്കുന്നു. എഴുതി വാങ്ങി കിട്ടി വീട്ടിലേക്ക് പോകുന്നു. പാതി വഴിയിൽ വെച്ച് വീണ്ടും ഇയാളെ വിളിച്ചു വരുത്തുന്നു. ആലപ്പുഴ DYSP അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർക്ക് വീണ്ടും ഈ ഫോൺ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് പറയുന്നു. വീണ്ടും ഫോൺ മേടിക്കുന്നു. അങ്ങനെ ഈ കേസിൽ ഇപ്പോഴത്തെ ഇങ്ങനൊരു ട്വിസ്റ്റ് ഉണ്ടാകുന്നു. എന്താണ് കാരണമെന്ന് പോലീസ് പറയുന്നില്ല. KSU നേതാവ് കൊടുത്തുള്ള പരാതി ഇത്രമാത്രമാണ്: മുഖ്യമന്ത്രിക്കെതിരെ അവഹേളനം, മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നു എന്ന പരാതിയിൽ. ആ ഒരു പരാതിയിലാണ് ഒരാളുടെ ഫോൺ ഇത്രയും അധികം സമയം, അതായത് ഇന്നലെ രാത്രി പിടിച്ചു വെച്ച ഫോണാണ്, ഇത്രയും നേരമായിട്ട് ആ ഫോൺ തിരികെ കൊടുത്തിട്ടില്ല. മുഖ്യമന്ത്രി അവഹേളിച്ചു എന്ന് പറയുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പരസ്യമായിട്ടൊരു പോസ്റ്റാണ്. പോലീസിന് ആ പോസ്റ്റ് പരിശോധിക്കാം. ആ പോസ്റ്റിൽ അത്തരത്തിലുള്ള പരാമർശങ്ങളില്ല എന്നത് ഇയാൾ പറയുന്നതിനപ്പുറം തന്നെ എല്ലാവർക്കും കാണാവുന്നതാണ്. അങ്ങനെ ഇരിക്കുകയാണ് ആലപ്പുഴ സൗത്ത് പോലീസിന് ഈ ഒരു നടപടി. ആലപ്പുഴ DYSP ഇടപെട്ടുകൊണ്ടാണ് ഈ ഫോൺ വീണ്ടും തിരിച്ചു കൊടുക്കേണ്ട എന്ന നിലപാടെടുത്തത്. വീണ്ടും പരിശോധിക്കാനുണ്ട് എന്ന് DYSP അറിയിച്ചു എന്നാണ് ആലപ്പുഴ സൗത്ത് പോലീസ് അറിയിക്കുന്നത്. യെസ്, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. മുഖ്യമന്ത്രിയെ പൂക്കി എന്ന് വിളിക്കുന്നവർക്കെതിരെ കേസെടുക്കുകയാണെങ്കിൽ അതിപ്പോ നമ്മുടെ മന്ത്രിസഭയിൽ തന്നെ എത്രയോ മന്ത്രിമാർ അദ്ദേഹത്തെ അത്തരത്തിൽ വിശേഷിപ്പിച്ചിട്ടുണ്ട്, എത്രയോ MLA മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പവർ കട്ടിന്റെ സമയത്ത് കറണ്ട് പോകുന്ന സാഹചര്യത്തിൽ സാധാരണക്കാർ വിമർശിക്കുന്നതിനെ ഇങ്ങനെ കേസാവുകയും മൊബൈൽ ഫോൺ വാങ്ങിക്കുകയും, അതും ആദ്യം മൊബൈൽ ഫോൺ വാങ്ങുന്നു, പിന്നെ തിരിച്ചു കൊടുക്കുന്നു, പിന്നെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരിശോധിക്കണമെന്ന് പറയുന്നു, ഫോൺ വാങ്ങുന്നു. ഇതൊക്കെ എന്തുതരം നടപടികളാണെന്നുള്ള ചോദ്യം സമൂഹ മാധ്യമങ്ങളിലടക്കം ഉയരും.